ഹായ് നമസ്കാരം, ഞാൻ ജോസഫ് സെബാസ്റ്റ്യൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നാഗമ്പടം മൈതാനത്തിൻ്റെ പുറത്ത് ഓവർ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് അപകടകരമായ സ്ഥിതിയിൽ നിൽക്കുന്ന ഈ മരത്തെക്കുറിച്ചും അതിനെ താങ്ങി നിർത്തുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ കുറിച്ചുമാണ്. ഈ മരം നിൽക്കുന്നത് ഒരു 1.5 ആൾ പൊക്കത്തിൽ ഒരു കയ്യാലയോട് ചേർന്നാണ്. ആ കയ്യാലയുടെ ചുറ്റുവരമ്പുകൾ പൊട്ടിയിരിക്കുന്നു. മരത്തിന്റെ വേരുകൾ അതിൽ കൂടി പുറത്തേക്ക് ചാടിയിരിക്കുന്നു. ഈ മരം എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ്. അതിനെ ഇപ്പോൾ താങ്ങി നിർത്തിയിരിക്കുന്നത് ഇതിന്റെ സമീപത്തുള്ള ഈ പോസ്റ്റാണ്. ആ പോസ്റ്റിന്റെ മുകളിലേക്ക് നിങ്ങൾ നോക്കൂ. ആ പോസ്റ്റ് അതിന്റെ പകുതി ഈ മരത്തിനുള്ളിലേക്കായിരിക്കുന്നു. ഈ മരം മറിഞ്ഞു വീണാൽ ഇവിടെ കാണുന്ന ഈ കടകളുടെയും ഈ സ്ഥാപനങ്ങളുടെയും മുകളിലേക്കായിരിക്കും വീഴുന്നത്. പലരും മരണപ്പെടാൻ സാധ്യത. ഒന്ന് മരം വീണു മരിക്കും, ഇല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്കേറ്റ് മരിക്കും. ഈ മരം ഇവിടെ മറിഞ്ഞു വീണാൽ ഈ പോസ്റ്റും വീഴും, ഇവിടുത്തെ ലൈൻ കമ്പിയും പൊട്ടും. ഈ വെള്ളം കയറി കിടക്കുന്ന ഈ റോഡിൽ ഇവിടുത്തെ കടക്കാർക്ക് പുറത്തിറങ്ങുവാനോ അവർ പുറത്തിറങ്ങിയാൽ കറണ്ട് അടിച്ച് മരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. കടക്കാർ പലതവണ പരാതി നൽകിയിട്ടും ഇലക്ട്രിസിറ്റി ബോർഡുകാർ അതിനെ പരിഗണിച്ചിട്ടില്ല. ഇവിടെ ഇലക്ട്രിസിറ്റി ടച്ചിങ് എന്ന പേരിൽ 100 കണക്കിന് വാഴകൾ വെട്ടി ഇലക്ട്രിസിറ്റി ബോർഡ് ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നു. ഇവിടെ മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ പരിഹാരം കാണുവാൻ ഇവിടുത്തെ സർക്കാരിനോ ഇലക്ട്രിസിറ്റി ബോർഡിനോ നഗരസഭയ്ക്കോ സാധിക്കുകയുള്ളൂ. മനുഷ്യന്റെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കാത്ത ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിനും നഗരസഭയ്ക്കും മെമ്പർമാർക്കും ഇരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ബിഗ് സല്യൂട്ട്.